ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ ഫ്രണ്ടിലിരിക്കേണ്ട ഞാനാണ്. ഭയങ്കര കഠിനമായ തലവേദനയോടനുബന്ധിച്ച് ഞാൻ ഏറ്റവും പുറകുവശത്ത് പോയിരുന്നു. കാരണം ഇവിടെ ഇതിന്റെ സൗണ്ട് കൊണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഏറ്റവും പുറകുവശത്ത് പോയിരുന്നു. അപ്പൊ ആരാധനയിടയിൽ ദേവദാസൻ ആദ്യം പറഞ്ഞ് കൈ ഞരമ്പുകൾ കൊച്ചിപ്പിടിക്കുന്ന വേദനയുള്ളവർ എഴുന്നേറ്റ് നിന്ന് ആ സ്ഥാനത്ത് പിടിച്ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പുറകുവശത്തിരുന്നുകൊണ്ട് എൻ്റെ കൈ, ഞാൻ പ്ലംബറാണ്, പ്ലംബിങ്ങിന്റെ ജോലി കൂലിപ്പണിയൊക്കെയാണ്. അപ്പൊ ഈ ഞരമ്പ് ഇവിടെ എനിക്ക് തൊടാൻ പറ്റത്തില്ല, ഈ എല്ലിന്റെ അവിടെ ഭയങ്കര വേദനയാണ്. അങ്ങനെ ഒരു ഡോക്ടറെ വീട്ടിൽ പണിയാൻ നിന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷനാണ്, വേറെ അല്ലാതെ മരുന്നൊന്നും കഴിച്ചാൽ മാറത്തില്ല. പിന്നെ തൽക്കാലത്തേക്ക് ഗുളിക കഴിച്ചാൽ അതിന്റെ വേദന കുറയൊന്നും വേണ്ട. ഡോക്ടർ ഒരു ഗുളിക കഴി തന്നു. ആ ഡോക്ടർ കുറച്ച് ഗുളിക തരുകയും ചെയ്തു. അങ്ങനെ അത് കഴിച്ച് ആ വേദന അപ്പോഴൊക്കെ മാറിയിരുന്നു. ഈ കഴിഞ്ഞ കാലയളവിൽ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഈ ജോയില്, ഇവിടുത്തെ ഈ ജോയില്, അങ്ങനെ രണ്ട് ഭാഗത്ത് നല്ല വേദനയാണ്. അങ്ങനെ ദേവദാസൻ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ കൈ അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ സ്പോട്ടിൽ തന്നെ എനിക്ക് സൗഖ്യം വന്നു. പൂർണ്ണമായിട്ടും ആ വേദന മാറി. ഇപ്പോൾ ആ ജോയിലൊന്നും വേദനയില്ല. കൈ തൊട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കാര്യം, ഈ തലവേദനയുടെ കാര്യം. തലവേദന ഉള്ളവർ ഫ്രണ്ടിലോട്ട് അഴിച്ചു വന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ വന്നു, പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ദൈവം എന്നെ വെടിവെച്ചു. പൂർണ്ണമായിട്ടും ആ തലവേദന, ഈ ഭാഗത്ത് ഞാൻ ഇത്രയും വേദനയായിരുന്നു, പൂർണ്ണമായിട്ടും ആ വേദന അങ്ങ് മാറി. കണ്ണിനൊക്കെ ഒരു പുകച്ചിലായിരുന്നു. ആ പുകച്ചിലൊക്കെ അങ്ങ് മാറി. ആ കണ്ണിന്റെ വേദന, തലയുടെ ഈ ഭാഗത്തുള്ള വേദന കംപ്ലീറ്റ് ദൈവം ആ സമയത്ത് തന്നെ എന്നെ വെടിവെച്ചു. ആ പ്രാർത്ഥന എനിക്ക് പൂർണ്ണ സൗകര്യം വന്നു. അത് പോയിട്ട് പിന്നെ ആ വേദന ഇതുവരെയായിട്ടും വന്നിട്ടില്ല. കൈയുടെ വേദനയും വന്നിട്ടില്ല. അല്ലെങ്കിൽ ചിറ്റയിൽ പിടിക്കാനൊന്നും പറ്റത്തില്ല. നല്ല വേദനയാണ്. ഇപ്പൊ അതെനിക്ക് ഒരു കുഴപ്പമില്ല. കൈയൊക്കെ നല്ല രീതിയിൽ ഉയർത്താനും താഴ്ത്താനും പറ്റുന്നുണ്ട്. പൂർണ്ണ സൗകര്യം കിട്ടിയിരിക്കും. ദൈവത്തിന്റെ മഹത്വം.